Today is the last day of our Canada trip. Yeah. See? That's cute. Mama. ഫ്ലാഷ് ബാക്ക്. അല്ല പെട്ടി പതുക്കൂർ കണ്ടു ഞാൻ പറഞ്ഞില്ലേ പെട്ടി പതുക്കെ കൂട്ടു. ഞങ്ങൾ പെട്ടി നല്ലപോലെ നോക്കിക്കോളാം അമ്മേ. നിങ്ങൾ പോയാലും കുഴപ്പമില്ല, പെട്ടി സൂക്ഷിച്ചുണ്ടോന്നാ. അതെ Take care, guys. Don't be too sad, okay? We're all sad. Bye. We're all sad. So just because you're sad, and if you want to see us happy, hit that like button, share button, and subscribe button down there. Down there. We'll keep checking on each other. Guys, smile for the camera. Punima. ഇങ്ങോട്ട് മാറി ഫ്ലോറാണ് നമ്മള്. ഇങ്ങോട്ട് വാ, അതൊക്കെ ബിസിനസ് ക്ലാർക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. പറഞ്ഞില്ല നമ്മൾ ഏറ്റവും അവസാനം ഓക്കെ ഏച്ചും എടുത്ത ഫ്ലൈറ്റ് ഏറ്റവും അവസാനമൊക്കെ കിട്ടും. പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നെയ്ച്ചോ പറഞ്ഞൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് നിയാപ്പച്ചനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞത് എയർപോർട്ടിൽ പോയത് പ്രതീക്ഷിച്ചില്ലേ. സന്തൂർ മമ്മിയെ കണ്ടോ? പിന്നെ ട്രെയിനിലൊക്കെ പോയാൽ ഇവിടെ നിന്ന് ഓടി ഈ അപ്പച്ചനാണ് മിക്കവാറും ഇയാൾ എൻ്റെ ഒരു ഇടി തലക്കെട്ട് ഞാൻ അടിക്ക് വരണം. അപ്പൊ ഗൈസ് നമ്മൾ പറയല്ലേ പുറത്തിറങ്ങിട്ട് ഞാൻ നോക്കട്ടെ. എന്റെ ടിക്കറ്റ് മാത്രം റീബുക്ക് കാണിച്ചിട്ടുള്ളൂ. നമ്മളിവിടെ ഞങ്ങൾ തിരിച്ചു പോയി. ഈ സമയം 10 മണി ഒരു ഫ്ലൈറ്റ് ഓടത്തില്ലെന്ന് അറിയാം. അവളുടെ നിയമ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ടൊറോണ്ടോയിൽ നിന്നുള്ളത് ഫ്ലൈറ്റിന് പകരം ലൈക്ക് ഈ സമയത്തല്ല നമ്മൾ ശരിക്കും ലാൻഡ് ആവും. ഇപ്പൊ കുറെ ഫ്ലൈറ്റുകൾ അവിടെ ലാൻഡ് ആയിട്ട് ടൈമുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലൈറ്റും കൂടെ ഇപ്പൊ വന്ന് ക്രാഷ് ആയിട്ടാവും. അത് ഇതാവത്തില്ല. പറയുമ്പോഴത്തേക്കിനും അപ്പൊ 2 മണിക്കൊക്കെ ചിലപ്പോ ഫ്ലൈറ്റ് വരുന്നതന്നെ. 10 മണി ഞാൻ ഫ്ലൈറ്റ് കൊടുത്തത് ഡിലേ ആയതുകൊണ്ടാണ്. നമ്മളിന്ന് ഇവിടുത്തെ പിച്ചക്കാരികളെ ഞങ്ങൾ ടൊറോണ്ടോയിലെ പെരുവഴിയിലെ ഐ ക്വിറ്റ് അതായത് എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ശരിക്കും നമുക്കാണെങ്കിൽ ഹാലിഫാക്സിൽ നിന്ന് ടൊറോണ്ടോയിലോട്ട് 4:15 ഫ്ലൈറ്റ്. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ടൊറോണ്ടോയിലെ ബാഡ് വെതർ ആയതുകൊണ്ട് ഡിലേ ആയിട്ട് 8:30 അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പം ഇവിടെ 9:30 ഇപ്പോൾ ഇവിടെ നമ്മളെത്തി. ടൊറോണ്ടോ എന്ന് വെച്ചാൽ പക്ഷേ ഞങ്ങൾക്ക് നെറ്റില്ല. ഞങ്ങളിവിടെ ടൊറോണ്ടോ പെട്ടത് പറ്റില്ല. നമ്മളിവിടെ എന്തെങ്കിലും കാണില്ല. നമുക്ക് അവിടെല്ലാം പോയി ബാഗൊക്കെ വെച്ചോ, അവിടെ കിടപ്പൊക്കെ വെച്ചോ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ തിരിച്ചിറങ്ങാൻ? ഗൈസ് ഞങ്ങളുടെ ലഗേജ് കിട്ടിയില്ല. ഞങ്ങൾ അതുകൊണ്ട് കുറേ തപ്പിട്ട് വരുന്നില്ല. അവിടെ വലിയ ലൈനും ഉണ്ട്, അത്ര ലഗേജും ഉണ്ട്. ദൈവമേ നിന്നും അടുത്ത്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നോക്കിയിട്ട് ഹോട്ടലും കിട്ടുന്നില്ല ഗൈസ്. ഞങ്ങളതുകൊണ്ട് ലോഞ്ച് കിടക്കാൻ പോകാം. ഈ പെട്ടി കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ പെട്ടിനും തപ്പി പിടിക്കണം ഗൈസ്. ഞങ്ങൾ എയർപോർട്ടിൽ പിച്ചക്കാരികളെ കണ്ടിട്ടുണ്ടോ? അവിടെ എന്തിനു നോക്കിയാ
അമ്മയുടെ ഫോൺ വെച്ചിട്ട് പോകാൻ പറഞ്ഞു അമ്മ വീഡിയോ പോസ് ആക്കിട്ട് സിറപ്പ് കട്ടം നമ്മളിവിടെ പെട്ടിട്ട് ഇപ്പോൾ ഒന്നാമത്തെ ദിവസം കാണും. നമുക്കിവിടെ നാട്ടി കാണാം. അവിടെ നമുക്ക് അവിടെ നമുക്ക് ടേക്ക് ഓഫ് കാണാം. ഞങ്ങൾ നല്ല കോഫി കഴിക്കാൻ വാങ്ങിച്ചു നിക്കിടെ കൊടുക്കും. നിക്കിടെ കാണിച്ചു തരാം കണ്ടോളാം. എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ക്യാൻസലായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കിനെ കുളിപ്പിക്കണം. എനിക്കിനെ കുളിപ്പിച്ച് വൃത്തിയാക്കണം. പണ്ടത്തെ നിൽക്കാകും നിക്കി എയർപോർട്ടിൽ നിന്ന് അച്ചീപ്പാണ് ഗൈസ്. രീതിയില്ലേ എന്നോട് എല്ലാവരോടും എന്നെ കളിയാക്കുന്ന ഞാൻ സൺസ്ക്രീൻ എല്ലാം കൊണ്ട് കാണാറുണ്ട്. പല്ല് ചേക്കാത്ത നമുക്ക് ഇതിൽ സന്തോഷമില്ല. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മിഠായി, സ്പോൺസർഡ് ബൈ ഈറോ. നല്ലതായിരുന്നു. നമ്മൾ റൂം എടുത്തു. ഇപ്പം നല്ല ചൂട് കഞ്ഞിയും പയറും കഴിക്കാൻ തോന്നും. കൈ ഇല്ലേ സമാധാനമായല്ലോ. എന്നാ കഷ്ടപ്പെട്ടത് കേൾക്കാൻ നോക്കാൻ ഈ പുള്ളിക്കാരെന്ന് പറഞ്ഞു. പുള്ളിക്കാരോട് എന്നാ പറഞ്ഞമ്മ? അത് ചൂട് കഞ്ഞിയും പയറും പപ്പടം കഴിക്കാൻ തോന്നുന്നു. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ചൂട് പപ്പടവും കഞ്ഞിയും പയറും ഉണ്ടാക്കി വെക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കട്ടിൽ മതി, നമുക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല. ആരും ആണ്ടിക്കോലം ഇച്ചിരി നീ ഒന്ന് ജസ്റ്റ് ഒരു കൈയിട്ട് മൂക്കൊന്ന് തിരുമിക്കച്ചു. നാളത്തെ ചെളിന്ന് പോകുമ്പോൾ കറക്റ്റിയാളാ. ഇച്ചിരി മെനയുള്ളതായിരുന്നു നമ്മുടെ കൂട്ടത്തില്. ചേച്ചി പറ ഇച്ചിരി മെനയുള്ളതാരാ? ഞാനല്ലേ. ഈ പെട്ടി കിട്ടാൻ വേണ്ടി ഞങ്ങളെന്ത് കഷ്ടപ്പെട്ടു. ചേച്ചിയുടെ തലയ്ക്കകത്ത് മൊത്തം ബീച്ചിലെ മണ്ണ എല്ലാം കുളിപ്പിച്ചിറക്കണം. പാവോടി എൻ്റെ ചേച്ചിമ്മ ഒരു ഹൃദയമാണ് കുരച്ചിട്ട് നോക്കാൻ നടത്തുന്നുണ്ടോ? നമ്മൾ തിരിഞ്ഞു പോലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. സിമ്മൊന്നുമില്ല. അമ്മ അടങ്ങുന്നവനാണ്. നമ്മൾ തിരിഞ്ഞു പോലും നമ്മൾ ഏറ്റവും പോലും ഇല്ല. മോഹൻലാലിൻ്റെ ഒരു ചെരിവുണ്ട് എൻ്റെ ചേച്ചിക്ക്. നമ്മളെവിടെയാണ് കഴിച്ചത്? നമ്മൾ ടൊറോണ്ടോയുടെ പുറത്ത്. കണ്ടല്ലോ ഗൈസ്, എത്ര രസമാണ് ഇത്. കണ്ടോ ഗൈസ്, ഞങ്ങളെ പിക്കപ്പ് ചെയ്യ പ്രൈവറ്റ് ബസ് കണ്ടാരുമില്ല. ഞങ്ങളും ആ പട്ടേൽ ചേട്ടായി മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ റെയിൻബോ ഒക്കെ വെച്ച്? അത് നിങ്ങൾ ഇറങ്ങിയിട്ട് റെയിൻബോ വെച്ചാട്ടം ചെയ്തു. ഈ അടുത്ത ബീച്ചിലെ മണലൊക്കെ എപ്പോഴും എൻ്റെ തലയ്ക്കത് ഉറുമ്പുള്ളവർ. മണലടി ഉറുമ്പല്ല. ഒക്കെ നടന്നിരിക്കാം. ഇപ്പൊ തല ഇങ്ങനെ ഇങ്ങനെ കുടിക്കാൻ മണൽ വരും. നീക്കിപ്പാണ്ടി ഞാൻ ഹോം ടൂർ വരുന്നതല്ല ഇവിടെ ക്ലീൻ ചെയ്യാണ്. ആണ് ഗൈസ്, ആണ് ഗൈസ്. എന്നോട് പാടി മാത്രം ക്ലീൻ ചെയ്താൽ മതി. കുറച്ചു ചൂല് കൊണ്ട് എടുത്തോളാം തൂക്കും. ഹോട്ടലില് ആണ് ടൊറോണ്ടോയില്. എങ്ങനെയാണെന്നും അറിയത്തില്ല. അവസാനം ഞങ്ങൾ ഇവിടെ സെക്കൻഡ് ഡേ ടൊറോണ്ടോ. ആ ശരിയാ, റൂം ടൂർ കാണിക്കാം. ഓക്കെ
ഓക്കെ ആദ്യമേ കയറി വരുമ്പോൾ നമുക്കുള്ളത് ഡോറാണ്. പിന്നെ ഇത് ഞങ്ങളൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് ഡോർ ഇത് ഡോറാണ്. ഉണ്ണിപ്പൊക്കി. സോ ഹിയർ നമുക്ക് ഇത് എന്നാന്ന് അറിയാം, ഇത് ക്ലോസറ്റ് ആണ് നിങ്ങൾ വിചാരിക്കും. ബാത്റൂം മിക്കാണ് അവസാനം വെള്ളം കണ്ട സന്തോഷത്തിന് ഒരു അരമണിക്കൂർ കണ്ണാടി കൈ നിങ്ങളാണ് ഞാനാണ് എന്റെ ഫോൺ അങ്ങനെ ക്ലോസറ്റ് പോയിരുന്നെങ്കിൽ മോനെ ബിബി മിക്കെടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാം ഒക്കെ വാങ്ങിക്കണ്ടോ ദൂരെ വീട്ടിലും കാണിക്കുമെങ്കിൽ ഈ ഡോറ് നമുക്ക് ഈ ഡോർ അതിന്റെ അടുത്ത് വേറെ ഡോറ്. പക്ഷെ ഡോർ തുറക്കാൻ പറ്റത്തില്ല. ഓവനുണ്ട്, അതിന്റെ അടിയിൽ ഫ്രിഡ്ജും ഉണ്ട്. ഫ്രിഡ്ജിനകത്ത് പക്ഷെ ഒന്നുമില്ല. നമ്മുടെ റൂം അവർക്ക് നിക്കിനെ അറിയുന്നുണ്ട്. അവര് ഫ്രിഡ്ജ് ഒന്നും റൺവേ എയർ ഇന്ത്യയും ഒരു ഒന്നാമത് ബെഡ് ഇവര് പറഞ്ഞാണ് ഒരു ബെഡും കൂടി ഇട്ട് തരാന്ന്. പക്ഷെ ഞങ്ങൾക്ക് മൂന്നോക്കും ഈ ബെഡ് ധാരാളമാണ്. അവിടെ ഞങ്ങൾ പറഞ്ഞു വേറെ ബെഡിന്റെ ആവശ്യം ഞങ്ങൾ ഇത് മൂന്ന്. അതെ, ഇപ്പൊ ഇത് പ്ലേ ഗ്രൗണ്ടല്ലേ നമുക്ക് നിക്കിനെ ഇറക്കി ഇങ്ങോട്ട് കിടത്താം. കഴിക്കാനായിട്ടാണെങ്കിൽ ഞാൻ രാവിലെ ഒരു സാൻഡ്വിച്ചിന്റെ 2 കടി ഇപ്പൊ എത്ര മണി ഇവിടെ നമുക്ക് പൈസയൊക്കെ വെച്ചിട്ട് നമുക്കിതാണ് വെച്ചിട്ട് ഇത് ലോക്ക് ആക്കി കട ഉണ്ണിമാളെ നിന്നെ ഇവിടെ നിർത്താം. ലോക കണ്ടുപിടിക്കുന്നവരെ. എനിക്ക് ഒട്ടും എനർജിയില്ല. പക്ഷെ ഇവിടെ നല്ല എന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ചു. പേടിയെടുത്ത് പാടി ഞാൻ വരുവാ. ബസന്തി തന്നെയാണോടാ പോകുന്നത്. അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്നും എടുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണും. അണ്ണാക്കി ഓർഡർ ചെയ്താ അണ്ണാക്കി ഓർഡർ ചെയ്താ പറ. ബൗള് ഓക്കെ, ഇതേ ബൗള് കണ്ടല്ലോ. ഞാനകത്ത് എന്നാക്കിയെന്ന് പറയാം. ബൗളിനകത്ത് പുല്ലുണ്ട്, ഹൈദരാബാദി ദം ബിരിയാണി. എന്നാണ് മോളെ മൊത്തം പഞ്ചറാണല്ലോ മുഖത്ത്. നീ ഇരിക്കണേ നിനക്കും. With the view guys, I have to tell you this. Okay, with the view. അതെ റൺവേ അതാ ടൊറോണ്ടോ എയർപോർട്ട്.